അഭി, ഒരിക്കലെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി മനസ്സ് തുറന്ന് ചിരിച്ചുകൂടെ? ഒന്ന് ചിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് തക്കതായിട്ട് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അഭിയുടെ സന്തോഷത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ജാതകദോഷം കൊണ്ട് ഈ വീട് മുടിയാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിയോടി വന്ന് കവടി നിർത്തിയതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ടത് നീ മാത്രമാണ്. എത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞറിയിക്കണോ അഭി? എന്റെ ധർമ്മസങ്കടങ്ങൾ നീ തിരിച്ചറിയുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാർത്തിക്. അത്രയ്ക്ക് മനസ്സില്ലാത്ത പെണ്ണൊന്നുമല്ല ഞാൻ. പറയേ, ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. എന്നെ വിട്ടുപോകാതിരുന്നാൽ മതി. കാർത്തി മോനെ, ഗീതമ്മയ്ക്ക് വല്ലാത്ത വേറുവേദന, കരച്ചിലോട് കരച്ചില്ല. നീ ഒന്ന് നോക്കിയേ, വാ. അയ്യോ അയ്യോ, എന്താ ഗീതമേ? വയറ് വേദനിച്ചിട്ട് വയ്യടാ. എന്തു പറ്റിയെന്നറിയില്ല. രാത്രി ഗീതമേ എന്താ കഴിച്ചത്? ചിലപ്പം ആഹാരത്തിന്റെ ആവും. തണുത്ത ചോറായിരുന്നു. ഇനി അത് കഴിച്ചിട്ടാണോ? തണുത്ത ചോറ് ആദ്യമായിട്ട് കഴിക്കാനല്ലോ. വയറിന്റെ ഏത് ഭാഗത്താ പെയിൻ? വയറിന് മൊത്തം വേദനയാ. ഓ, എനിക്ക് വയ്യ. അയ്യോ, ഇത് ചിലപ്പോ പാൻക്രിയാസിന്റെ കുഴപ്പമാവും. ഓപ്പറേഷൻ വേണ്ടി വരുമോന്ന് അറിയില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. വേണ്ട വേണ്ട, ആശുപത്രിയിൽ ഒന്നും പോണ്ട. എന്നാ മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഒരു ഹൈ ഡോസ് ഇഞ്ചക്ഷൻ തരാം ഇടുപ്പിന്. അപ്പൊ ഇതൊക്കെ മാറും. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ഗുളിക കഴിച്ചു. അഭിരാമി ഇവിടെ ഇരുന്നാ മതി. കുറച്ച് കഴിയുമ്പോ വേദന മാറിക്കോളും. ഞാനിരുന്ന വേദന മാറുവോ? ഒരാൾ അടുത്തുണ്ടെങ്കിൽ വലിയ ആശ്വാസമാ. കാർത്തി, മോൻ പോയി കിടന്നോ. അമ്മയും പൊയ്ക്കോ. അഭിരാമി ഇവിടെ ഇരുന്നോളും. ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പോവാം നമുക്ക്. വേണ്ട വേണ്ട, മോൻ പോയി കിടന്നോ. പൊയ്ക്കോ അമ്മേ. ആ, പൊയ്ക്കോ. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി കരയാൻ മറന്നു പോകുന്നു. സ്റ്റാർട്ട് ചെയ്തോ. അയ്യോ അയ്യോ, എനിക്ക് മേലേ. അയ്യോ അയ്യോ. വല്യേട്ടാ, ഓഫീസിൽ എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ചോദിച്ചു എന്നല്ല, ശരിക്കും ചോദ്യം ചെയ്തു. പക്ഷേ ആർക്കും ഒന്നും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ആനന്ദേ? ആർക്കും ഒന്നും അറിയാതെ വരില്ല. ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്നായിരിക്കണം കുഴപ്പമുണ്ടായത്. അതെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവരവർ ചെയ്യേണ്ട ജോലികൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഹോൾസെയിൽ ഡീലേഴ്സിന്റെ അടുത്തു നിന്നുള്ള ഓർഡറുകൾ കുറയുന്നു. അതിനിടയിൽ ഈ 3-4 മാസം കൊണ്ടുള്ള ടാക്സ് പ്രോബ്ലംസും. അപ്പൊ ആരോ അതിവിദഗ്ധമായി കമ്പനിയെ തകർക്കാൻ പാകത്തിൽ പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വല്യേട്ടൻ പറഞ്ഞ തെറ്റാ. പുറത്തുനിന്നുള്ള ഒരാൾക്ക് എങ്ങനെ വിറ്റുവരവ് കണക്ക് കിട്ടുക? ആദായ നികുതി ഓഫീസിൽ ഈ കണക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്, വിത്ത് എവിഡൻസ്. അകത്തുനിന്ന് ഒരാൾ സഹായത്തിനില്ലാതെ ഇതെങ്ങനെ കഴിയാ? നീ ആരെയാ സംശയിക്കുന്നത്? സംശയിക്കേണ്ടത് നമ്മുടെ അനന്തുനെ തന്നെ. പക്ഷേ അവനല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നി. പല ഡീലുകളും കൈമറിഞ്ഞു പോയത് എങ്ങനെയെന്ന് അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ
പിന്നെ സംശയിക്കാവുന്ന ഒരാളുണ്ട്. ആര്? കവിത. മല്ലേട്ടാ, അവൾ എന്തും ചെയ്യും. പക്ഷേ അവൾ കൊറ്റയ്ക്ക് ഇത്രയും വലിയ സ്ഥാപനങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ പിൻബലം ഉണ്ടാവണം നമുക്കിടയിൽ നിന്ന് തന്നെ. എന്നുവെച്ചാ എന്നെയും വല്യേട്ടനെയും വരെ സംശയിക്കാം. അമ്മ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാൻ എപ്പോൾ വിളിപ്പിക്കുന്നു? ഞാൻ പറയാം. നിലവിലുള്ള കടം വീട്ടാൻ മക്കളോടും മരുമക്കളോടും അവർ കാശ് ചോദിക്കും. അതിനാ വിളിക്കുന്നത്. മക്കളോട് ചോദിച്ചേക്കും, പക്ഷേ മരുമക്കളോട് അമ്മ ഒരിക്കലും കാശ് ചോദിക്കില്ല. മരുമക്കളോട് ചോദിക്കുന്നത് എന്തിനാ? മക്കളുടെ കയ്യിൽ നിന്ന് കാശ് പോയാലും അത് മരുമക്കളെ ബാധിക്കില്ലേ? അനന്തുവിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് എനിക്കും കൂടി അനുഭവിക്കാനുള്ളതാ. അതൊന്നും കൊടുത്ത് കമ്പനിയുടെ കടം വീട്ടേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ സ്ഥാപനങ്ങളല്ലേ കവിത, നമുക്ക് ആവുന്നത് ചെയ്യാം. അനന്തു വിട്ടിത്തം കാണിക്കരുത്. അനന്തുവിന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ശരിക്കും അറിയാവുന്നതാ. ഈ നഷ്ടത്തിലോടുന്ന കമ്പനികളെ വിട്ട് വേറെ ഏതെങ്കിലും ഇന്റർനാഷണൽ കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർ ആവാൻ നോക്ക്. അല്ലാതെ അമ്മ ചോദിച്ച 10 രൂപ കൊടുത്തു പോരുത്. ഒരു കണക്കിന് കവിത പറഞ്ഞ പോലെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സ്ഥാപനങ്ങൾ പ്രശ്നമായതിന് എന്നെ അല്ലേ കുറ്റപ്പെടുത്തും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. കാശ് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹവും വേണ്ട. എന്താ സുമംഗലെ തീരുമാനം? അമ്മ പറയൂ. എന്തായാലും ഞങ്ങൾ അനുസരിക്കാം. എത്ര രൂപ വരും കടം? മൊത്തം 12 കോടിയോളമാണ് കണക്ക്. അടച്ചില്ലെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം പൂട്ടേണ്ടി വരും അല്ലേ? പൂട്ടേണ്ടി വരും, അതാ അവസ്ഥ. ഇത്രയും പണമുണ്ടാക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും പറ്റുമോ? ഉത്തരം പറയണം. എന്നെ കൊണ്ട് കഴിയില്ല. എൻ്റെ സ്ഥലം ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ വിറ്റില്ലേ. എന്നാലും എന്നെ കൊണ്ടാവുന്നത് ചെയ്യാം. എത്ര തരും? PF ഒക്കെ എടുത്താലും ഒരു 10 ലക്ഷത്തിനപ്പുറം. എൻ്റെ കയ്യിലും ഒരുപാടൊന്നും ഉണ്ടാവില്ലമ്മേ. എന്റെ പപ്പയോട് ചോദിച്ചാ ഒരു 1 ലക്ഷം രൂപയെങ്കിലും തരും. അത് പക്ഷെ തിരിച്ചു കൊടുക്കണം. എന്റെ പേരിൽ ഒരു 10 സെന്റ് സ്ഥലവും വീടും കിടപ്പില്ലേ, അതങ്ങ് വിൽക്കാം. ഏയ്, അത് വിറ്റാലും എന്ത് കിട്ടാനുണ്ടെന്ന്. അപ്പോ ഒന്നും നടക്കില്ല. സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയാൽ അഴകത്ത് ഗ്രൂപ്പ് തകർന്നു എന്ന് പാടി നടക്കും സകലരും. അത് സാരമില്ല, നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരില്ലല്ലോ. പക്ഷെ അതുപോലെയല്ല അഴകത്ത് കമ്പനികളിലെ 200-ൽ പരം തൊഴിലാളി കുടുംബങ്ങൾ.
അവർ പട്ടിണിയാകും. പലരും ആത്മഹത്യ ചെയ്യും. നേരല്ല ഉണ്ണിയേട്ടാ. നേരാ. മക്കൾക്കൊന്നും അറിയില്ല. 5 6 തൊഴിലാളികളെ വെച്ച് ഒരു നൂൽ കമ്പനിയാ നമ്മൾ ആദ്യം തുടങ്ങിയത്. തറയിലടിച്ച് കൈ പൊട്ടിയ തൊഴിലാളികളുടെ രാവും പകലുമുള്ള കഷ്ടപ്പാടാ നമ്മളെ ഈ നിലയിലെത്തിച്ചത്. അവരുടെ കയ്യിലെ തഴമ്പും നെറ്റിയിലെ വിയർപ്പും ഭക്ഷിച്ച നിങ്ങൾ ഓരോരുത്തരും വളർന്നത്. നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും അവരെ പട്ടിണി കിടക്കരുത്. ആ മനസ്സുള്ളതുകൊണ്ടാ മക്കളെ ഒരു പണിമുടക്ക് പോലും ഇല്ലാതെ അവർ നമ്മൾക്കൊപ്പം നിന്നത്. എന്തു ചെയ്യണം സുമംഗലെ? എന്തു ചെയ്തും അവരെ രക്ഷിക്കണം നമുക്ക്. അതെ, അവരത്താഴ പട്ടിണി കിടക്കുമ്പോ നമ്മുടെ അറപ്പുരയിൽ നിധി കാത്തു വച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ആ പൊന്നും പണ്ടങ്ങളും എടുത്ത് വിൽക്കാം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അവസാനം തറവാട്ടു സ്വത്ത് അമ്മ എടുത്ത് നശിപ്പിച്ചു എന്ന് പറയരുത് അരവിന്ദ. ഞാൻ അങ്ങനെ പറയൂ അമ്മേ, അതാ നല്ലത്. അല്ല അമ്മേ, എനിക്ക് പറയാനുള്ളത്. അമ്മയുടെ തീരുമാനം തന്നെ ശരി. എല്ലാവരും തീരുമാനിക്കുന്ന പോലെ തന്നെ. എനിക്കായിട്ട് എതിർപ്പുകളൊന്നുമില്ല. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. ഞാനെന്തിനാ നിൽക്കുന്നു? നമുക്ക് ഹോമം നടത്താം. എന്താ അടിയോടി? നടത്തണം. പ്രശ്നവശാൽ കാണുന്ന അതാ. പരിഹാരമുണ്ട്. പരിഹാരം ഇല്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. സുദർശന ഹോമം കഴിയുമ്പോൾ ഐശ്വര്യം താനേ വരും. ദോഷങ്ങളെല്ലാം മാറുമോ? മാറും. ഒരു 6 മാസം ബ്രഹ്മചര്യം. എന്താ അനുഷ്ഠിക്കാമോ? അവളെ നോക്കുന്ന എന്തിനാ? കുടുംബത്തിന് വേണ്ടിയല്ലേ? അഭിരാമി എതിരൊന്നും പറയില്ല. സമ്മതമാണെങ്കിൽ അത് പറയൂ. 6 മാസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഈ 6 മാസത്തെ ബ്രഹ്മചര്യം കൊണ്ട് കുടുംബത്തിലെ ദോഷം മാറുക മാത്രമല്ല, അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. എന്താ? ശരി. എന്നാ അഗ്നി തൊട്ട് സത്യം ചെയ്യണം. ഞാനിപ്പോ വരാം. കുഴപ്പമെന്തേലും ഉണ്ടോ ഡോക്ടർ? ഒന്നുമില്ല. ഇടയ്ക്കുണ്ടായ പെയിനോർത്ത് വിഷമിക്കരുത്. അതിന്റെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ വല്ലാത്ത ക്ഷീണമുണ്ട് മുഖത്ത്, അത് ശ്രദ്ധിക്കണം. അമ്മയുടെ ആരോഗ്യ കുട്ടിയിലേക്ക് പകരുക. നല്ല ആരോഗ്യമുള്ള അമ്മയ്ക്ക് നല്ല കുട്ടികളുണ്ടാവും. ആഹാരക്രമങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മെഡിസിൻ കുറിച്ച് തന്നാ മതി. പ്രൊഫസർ പോയി വാങ്ങിക്കോളൂ. അത് വേണ്ട. എന്നിട്ട് വേണം
2 ഗുളികയ്ക്കും 1 കുപ്പി മരുന്നിനും വേണ്ടി എന്നെ അങ്ങോട്ട് വരുത്തിച്ചു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ. എല്ലാം ഞാനിവിടെ എത്തിച്ചോളാം. പ്രൊഫസറുടെ സ്വഭാവം ശരിക്കും അറിയാല്ലേ? പിന്നില്ലേ, എത്ര വർഷമായി ഞാൻ പ്രൊഫസറെ കാണുന്നു. ബിപിയും പാൽപിറ്റേഷനും ഒക്കെ ആയിട്ട് പ്രൊഫസർ എപ്പോഴും ചൂടിലല്ലേ. ആ ടീച്ചറെ, കുട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ച് പ്രസവം നേരത്തെ ആവാനാ സാധ്യത. ശ്രദ്ധിച്ചേക്കണം. അതുകൊണ്ട് എന്തേലും പ്രശ്നമുണ്ടോ? ഈ പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. 9 മാസവും 10 ദിവസമാണ് ഒരു പ്രഗ്നൻസിയുടെ പീരീഡ്. എന്ന് വെച്ചാൽ 270 ദിവസത്തിനും 280 ഇടയിലാ സാധാരണ പ്രസവം നടക്കുക. അത് ചിലപ്പോ 10-15 ദിവസം ബാക്കിലേക്ക് വന്നെന്നും വരാം. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തണം. അത്രേ ഉള്ളൂ. ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ശരി ശരി. മാസമല്ല 6 വർഷം തമ്മിൽ കാണണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷമമില്ല കാർത്തിക്. ആ അവസ്ഥയൊക്കെ പോയി. വിവാഹത്തിന് മുൻപ് ഞാൻ കണ്ട ധൈര്യവും തന്റേടവും കാരുണ്യവുമുള്ള ഒരു കാർത്തികല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് അഭിക്ക് വെറുതെ തോന്നുന്നതാ. ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് കൂടുതൽ അറ്റാച്ചഡാ. അത് മനസ്സിലാക്കാൻ അഭിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ സ്നേഹമെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവാൻ ഞാൻ. സ്നേഹിക്കാൻ പറ്റിയൊരു മനസ്സുണ്ടായിരുന്നു കാർത്തിക് എനിക്ക്. അത് നഷ്ടപ്പെട്ടു പോയി. സത്യത്തിൽ ഇനി എനിക്ക് കാർത്തിക്കിനെ മാത്രമല്ല ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. മനസ്സുകൊണ്ടും ഞാൻ എൻ്റെ അച്ഛനെ വരെ വെറുത്തുപോയി. എല്ലാവരെയും വെറുക്കുന്നത് സ്വയം വെറുക്കുന്നവരാ. അഭി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. കാർത്തിക് പറഞ്ഞത് 100% സത്യം. ഞാനിപ്പോ എന്നെ തന്നെ സ്വയം വെറുക്കുന്നുണ്ട്. ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടർ അല്ലായിരുന്നുവെങ്കിൽ എന്റെ ഈ ജീവൻ തന്നെ ഞാൻ ഉപേക്ഷിച്ചേനെ. മമ്മി, അഴകത്തെ അറപ്പുരയ്ക്കകത്ത് നിന്ന് സ്വർണം മുഴുവനെടുത്ത് വിൽക്കാൻ പോവാ. വിൽക്കാനോ? അപ്പോ അത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അതെ, പക്ഷേ ഇപ്പൊ അതെടുത്തില്ലെങ്കിൽ കടം വീട്ടാൻ പറ്റില്ല. അത്രയ്ക്ക് കടമുണ്ടോ അഴകത്ത്? അതിലൊക്കെ എന്തോ കള്ളക്കളികളുണ്ട് മമ്മി. അഴകത്തെ സ്ഥാപനങ്ങൾക്കെല്ലാം എതിരായിട്ട് കവിത എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അതിന്റെ കുഴപ്പാ ഇതൊക്കെ. എന്നാലും സ്വർണ്ണം എല്ലാം വിൽക്കാനെടുത്ത കുഴപ്പാവില്ലേ? കുഴപ്പാവും. കുഴപ്പാവട്ടെ. അറപ്പുരയുടെ അടുത്തൂടെ പോലും അമ്മ ആരെയും നടത്തിക്കാറില്ല. അതിനകത്തൊന്ന് പെട്ടുപോയതിന് ഞാൻ തല്ലിവരെ കൊണ്ടില്ലേ. ഇനി അനുഭവിക്കട്ടെ. നിക്ക്. എവിടെ പോകുന്നു? ഹോസ്പിറ്റലിലേക്ക്. നീ പണിയെടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ. അല്ലെങ്കിലും കാശിനോടുള്ള ആഗ്രഹം കൊണ്ട് പോകുന്നതല്ല ഞാൻ. എനിക്കിതൊരു സർവീസാ. ഈ പറയുന്ന സർവീസിലൊക്കെ എനിക്ക് സംശയമുണ്ട്. എന്നെയോ എന്റെ സർവീസിനെയോ? രണ്ടും. അപ്പോ എനിക്കൊന്നും പറയാനില്ല. ഡി, ഈ ആശുപത്രിയിലോട്ടുള്ള പോക്ക് നിർത്തി ചെറിയൊരു ക്ലിനിക്ക് ഇവിടെ തുടങ്ങിയാ പോരെ? ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? സ്ത്രീകൾ വീട്ടിലിരിക്കുന്നതാണ് കുടുംബത്തിന് ഭൂഷണം. ഞാൻ വീട്ടിലിരുന്നാൽ ജാതകവശാൽ അത് ദോഷമല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നിന്നെ പുറത്തു വിടാനും കൊള്ളില്ല, അകത്തിരുത്താനും കൊള്ളില്ല. വല്ലാത്തൊരു ഗതികേട് തന്നെയാ. എന്റെ കാര്യത്തിൽ ഗീതേച്ചി ഇങ്ങനെ ടെൻഷൻ ആവുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? സത്യത്തിൽ ഗീതേച്ചിക്ക് എന്നോട് അസൂയ. നല്ല ജോലി, നല്ല വരുമാനം, പുറത്തിറങ്ങി മനുഷ്യരെ കാണാനുള്ള അവസരം, ഭർത്താവ്, കുടുംബം, ഇതെല്ലാം എനിക്കുണ്ട്. ഇതൊന്നും ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷനാ ഗീതേച്ചിക്ക്. ഇതിന് ഒരു മരുന്നേ ഉള്ളൂ: വിവാഹം.
കണ്ടില്ലേ, അവളുടെ പോക്കിലും വരവിലും എനിക്ക് സംശയമുണ്ട്. ആണുങ്ങളെ കണ്ട് ശീലിച്ചതാ അവള്. നീ സൂക്ഷിക്കണം. കാവിൽ ഭഗവതി, അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് കാത്തു സൂക്ഷിച്ച നിധിയെടുത്ത് വിൽക്കാൻ ദുര്യോഗമുണ്ടായത് എനിക്കാ. ശപിക്കരുത്. മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഏയ്, അരുത് സുമംഗലേ, അറപ്പരയിൽ കണ്ണീര് വീഴിക്കരുത്. ഇത് മുഴുവനും വേണ്ടിവരില്ല സുമംഗലേ. കുറച്ച് സ്വർണം എടുത്തിട്ട് ആവശ്യം വന്നാ പിന്നെ വേണമെങ്കിൽ. വേണ്ട ഉണ്ണിയേട്ടാ, ഇതൊന്നും ഇവിടെ ഇനി ഇരിക്കണ്ട. മൊത്തത്തിലെടുത്ത് വിറ്റതിന്റെ പാപം എന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ.